രാമായണ മാസ ആചരണത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് രാമായണ സന്ദേശ രഥയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തിരുവനന്തപുരം മഹാനഗർ ജില്ലയാണ് രഥയാത്ര സംഘടിപ്പിച്ചത്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച രാമായണ സന്ദേശയാത്ര വിവിധ ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിച്ച് പാളയം ഹനുമാൻ ക്ഷേത്രത്തിൽ സമാപിച്ച് ദൃശ്യങ്ങൾ കാണും. രാമായണ മാസാചരണം തലസ്ഥാനത്ത് വിപുലമായാണ് ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് രാമായണ സന്ദേശ രഥയാത്ര സംഘടിപ്പിച്ചത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തിരുവനന്തപുരം മഹാനഗർ ജില്ലയാണ് രഥയാത്ര സംഘടിപ്പിച്ചത്. ശ്രീരാമനെ കുറിച്ചും ഇന്ന് വളരെ കൂടുതൽ അപനിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീരാമൻ സീതയെ കാട്ടിലുപേക്ഷിച്ചു എന്നാണ് ഒരു വിഭാഗം ആളുകൾ ഇവിടെ പറയുന്നത്. പക്ഷേ സീതയെ ശ്രീരാമൻ കാട്ടിലുപേക്ഷിച്ചിട്ടില്ല എന്നും അത് വെറും കെട്ടുകഥയാണെന്നും ശ്രീരാമൻ സീതയെ കൊണ്ടുപോയിട്ട് വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി സീതയെ വിടുകയായിരുന്നു എന്ന കാര്യം ഇന്ന് എല്ലാവർക്കും അറിയാം. അപനിർമ്മാണങ്ങളുടെ കാലത്ത് അപനിർമ്മാണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് രാമായണത്തിൻ്റെ ശരിയായ സത്തയും തിരിച്ചറിയാനുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച രാമായണ സന്ദേശയാത്ര വിവിധ ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിച്ച പാളയം ഹനുമാൻ ക്ഷേത്രത്തിൽ സമാപിച്ചു. കർക്കിടകം 1 മുതൽ 31 വരെ നടക്കുന്ന രഥയാത്ര സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച രാമായണ മാസത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കും. തിരുവനന്തപുരത്ത് നടന്ന രഥയാത്രയിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളും ഭക്തരും പങ്കെടുത്തു. രാമായണ മാസത്തിൽ തലസ്ഥാനവാസികൾക്ക് പുത്തൻ അനുഭവമായിരുന്നു ഈ യാത്ര. ജനം, തിരുവനന്തപുരം.